എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമുക്കൊരു കൊൽക്കട്ട കട്ടി റോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ഒരു മസാല ഉണ്ടാക്കുന്ന ഒരു പണി മാത്രമേ ഇതിനുള്ളൂ. ബാക്കിയെല്ലാം ചപ്പാത്തി ഉണ്ടാക്കി അതിലങ്ങ് തരച്ചെടുക്കലാണ്, വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിന് എന്തെല്ലാം വേണ്ടതെന്നുള്ള നോക്കാം. ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്നുള്ളത് വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനനുസരിച്ച് കൂട്ടിയും കുറച്ച് മസാലകൾ ചേർത്താൽ മതി. നമുക്ക് എന്തെല്ലാം വേണ്ടതെന്ന് നോക്കാം. 3 കപ്പ് മൈദ എടുക്കുന്നുണ്ട് ഞാൻ. 3 കപ്പ് മൈദക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയും. അത് നമ്മൾ സാധാരണ ഈ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ തന്നെ ഉപ്പും വെള്ളവും കൂട്ടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നു. അത്രയാണ്, വേഗം കഴിയും. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതെല്ലാം ഒന്ന് ഈ കയ്യിൽ കൊണ്ടൊന്ന് കലക്കിയെടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ച് 5 മിനിറ്റ് നല്ലോണം ഇത് തേച്ച് കുഴച്ചെടുക്കണം കേട്ടോ. അന്നേരം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെ തേക്കുമ്പോൾ നമുക്ക് അതിലങ്ങ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നല്ലോണം തേച്ച് ഉരുട്ടി വെക്കുന്നത് ഒരു ഭാഗത്ത്. ഒരു കിണ്ണത്തിൽ തന്നെ വെച്ചിട്ട് മൂടി വെക്കാം. അതിൻ്റെ മേലെ അന്നേരം നമുക്ക് അവസാനം പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യും. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. വെളിച്ചെണ്ണ എൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലോണം തേച്ച് അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 350 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൂണ്ട് പേസ്റ്റ്, 1 ഹീപ്ഡ് ടീസ്പൂൺ, അതാ മേലെ വരെയുള്ള 1 ഹീപ്ഡ് ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഉപ്പ്, പിന്നെ 1 ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ട്, ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞാൽ 1 പകുതി ലെമണിൻ്റെ ജ്യൂസേ വേണ്ടു. അത് അപ്രോക്സിമേറ്റ് ആയിട്ട് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ, അതിലപ്പുറം വേണ്ട കേട്ടോ. ഇത് ബോൺലെസ് ചിക്കൻ മുറിച്ച് കഴുകിയിട്ട് നല്ലോണം വെള്ളം വാർന്നതിന് ശേഷം എടുക്കാവൂ, എന്നാലേ നമുക്ക് വെള്ളം ഇല്ലാണ്ട് കിട്ടുള്ളൂ. ഇത് 1 മണിക്കൂറെങ്കിലും മിനിമം കുതിർന്നിരിക്കണം. അതൊരു ഭാഗത്തിരിക്കട്ടെ. മറ്റേ മാവ് 2 മണിക്കൂറെങ്കിലും കുതിരണം കേട്ടോ. അത് ആദ്യം കുഴച്ച് മാറ്റി വെച്ചിട്ടാണ് പിന്നെ ഇത് ചെയ്തത്. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുന്നുണ്ട്. നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണ്ടേ. അപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത് നല്ലോണം ഇട്ടിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് ബാക്കി നിങ്ങൾ മസാലകളെല്ലാം എടുക്കുമ്പോഴത്തേക്ക് ഉള്ളി തനാ വെന്തോളും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ലോ ഫ്ലെയിമിലിടണം, അത് മാത്രമേ അതിന് ആവശ്യമുള്ളൂ. പിന്നെ ഇനി ഉപ്പും ചേർത്ത് നമുക്കൊരു തക്കാളി ചേർത്ത് വെക്കാം. 1 തക്കാളി, അധികം വലിപ്പമുള്ള തക്കാളി ഒന്നുമല്ല, ഒരു ചെറിയ തക്കാളി ചേർത്ത് ഒരു 2 മിനിറ്റ് ഇളക്കുമ്പോഴത്തേക്ക് തന്നെ അത് നല്ലോണം ഒന്ന് ചേർന്ന് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിൽ നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ആംചൂർ പൗഡറും 1 ടീസ്പൂൺ ചാറ്റ് മസാലയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ആംചൂർ പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തക്കാളിൻ്റെ എണ്ണം കൂട്ടാം. എന്നിട്ട് അവസാനം ലേശം ചെറുനാരങ്ങേൻ്റെ നീര് ഒഴിച്ചു കൊടുത്താൽ മതി. ചാറ്റ് മസാല അത്ര നിർബന്ധമൊന്നുമില്ല കേട്ടോ. ജീരകപ്പൊടി അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ അവസാനം ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കഴിഞ്ഞു. അത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മയണൈസ് ഉണ്ടാക്കാം. അതിന് 1/2 ടീസ്പൂൺ കടുക്, പിന്നെ 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ കുരുമുളകും കടുകും കൂടി ഉരലിട്ടൊന്ന് ഇടിച്ച് അതിൻ്റെ കൂടെ ഒരു 5-6 വെളുത്തുള്ളി. അത് നിങ്ങൾക്ക് ടേസ്റ്റിന്
വല്ലാണ്ട് മണക്കുന്ന ഇഷ്ടപ്പെടാത്തവർക്ക് കുറക്കാം. അതെല്ലാം കൂടി അതിൽ ഒരു നുള്ളു ഉപ്പ് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇടിച്ചിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിൽ 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ വേണ്ടത് 1 കപ്പ് പാല്. 1 കപ്പ് പാല് അളന്ന അതേ കപ്പിൽ 1 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി എടുക്കാം. ഈ പാൽ ഒഴിച്ചതിന് ശേഷം 1 ടീസ്പൂൺ വിനീഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ. അപ്പം നമുക്ക് വിചാരിച്ച ഒരു കട്ടി കിട്ടുന്നില്ല. അപ്പം പിന്നെ മുഴുവനും ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുഴുവൻ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം എന്നിട്ടും പോരാഞ്ഞിട്ട് ഞാൻ പിന്നെയും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ആയത് കണക്കാക്കണ്ട. ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് നല്ല കട്ടിയായി വരും. അപ്പം എന്നെ അത് മാത്രമല്ല അപാര ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ ഒരു 10-15 മല്ലിയിലയും പുതിനയും 1 പച്ചമുളകും എല്ലാം കൂടെ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വേറൊരു കപ്പിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഈ അരച്ചത് മിശ്രിതം അതിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചങ്ങനെ ചേർത്ത് എടുത്താൽ വളരെ ടേസ്റ്റുള്ളൊരു സാധനം, ആരും വേണ്ടാന്ന് പറയുകയില്ല. നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതും കൂടി നമുക്ക് കാട്ടി റോളിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇത് 2-2.5 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. നല്ലോണം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം കല്ലുമേലിട്ട് ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് നല്ലോണം ഉരുട്ടി നീളത്തിലാക്കി എടുക്കാം. എന്നിട്ട് സമഭാഗങ്ങളായിട്ട് മുറിച്ചെടുക്കാം എല്ലാം. ചപ്പാത്തീൻ്റെ അതേ കട്ടിയിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ എല്ലാം ഉരുട്ടി മാറ്റി വെക്കാം. ഇനി ഓരോന്നായിട്ട് പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. പരത്തിയിട്ട് അത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട 1 മുട്ട മിശ്രിതം ഉണ്ടാക്കണം. അതിനൊരു മുട്ട 1 കപ്പിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു നുള്ള് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തി പരത്തട്ടെ. ചപ്പാത്തി ഞാൻ പൊടി താഴെ ടേബിൾ മേലൊന്നും അടുക്കുകയാണെങ്കിൽ ഞാനിങ്ങനെയാണ് പേപ്പർ വിരിച്ചിട്ടാണ് ചെയ്യുക. നിങ്ങൾക്കതൊരു ടിപ്പായിട്ട് എടുക്കാം. ഈ പേപ്പർ അങ്ങ് എടുത്ത് മുട്ടിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പം നല്ല സാധാരണ ചപ്പാത്തി പോലെ തന്നെ പരത്തി കണ്ടില്ലേ, അങ്ങനെ വെച്ച് നല്ലോണം ഒന്ന് തിരിച്ചും മറിച്ചിട്ടെടുക്കുക. ഒരു വിധം ചുവന്ന് വരുമ്പോൾ കുറച്ച് എണ്ണയാക്കി കൊടുക്കുക. എണ്ണ അത് നെയ്യോ എണ്ണയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. നല്ലോണം ഒന്ന് ഇതായി വരുമ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മളെ മുട്ടേൻ്റെ മിശ്രിതം ഉണ്ടല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് തിരിച്ചിട്ടിട്ട് എടുത്താൽ മതി. കഴിഞ്ഞു. ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ ബാക്കി ഉണ്ടാക്കി വെച്ച ചിക്കനെല്ലാം വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് റോൾ ചെയ്തെടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. ഇവിടെ പലരും എത്തി നോക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് 1 ഉള്ളി മുറിച്ചിട്ട് അതിൻ്റെ ഒരു 2-3 കഷ്ണം, അത്രയേ പിള്ളമാർ തോന്നുന്നു, 2-3 കഷ്ണം കുറച്ച് മല്ലിയിലയും കൂടി അതെല്ലാം കൂടി വെച്ച് കൊടുത്ത് കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഇത് 1 നുള്ള് ചാറ്റ് മസാല, ഇത് ഓപ്ഷണലാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ പിന്നെ 1/2 ടീസ്പൂൺ കെച്ചപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച കണ്ടോ കട്ടിയായില്ലേ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത്
10 മിനിറ്റ് കൊണ്ട് നല്ലോണം കട്ടിയായി വരുന്നുണ്ട്. ആദ്യം കുറച്ച് വെള്ളം പോലെ തോന്നും. അത് കണ്ടിട്ട് നിങ്ങളൊന്നും പേടിക്കണ്ട. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് റെഡിയാവും. ഇതെല്ലാം കൂടി ഒന്ന് റോൾ ചെയ്ത് അലൂമിനിയം ഫോയിലിൽ ചുറ്റി ഉപയോഗിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റുള്ളൊരു സാധനം. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി മയോണൈസ് ഇങ്ങനെ പുരട്ടി കൊടുക്കാം. എല്ലാം കൂടി എല്ലാവരും നല്ലോണം ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു സാധനമാണ് ഇത്. അപ്പം എല്ലാവരുടെയും ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കണ്ട. വേറൊരു ഡിഷുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നത് വരെ താങ്ക് യു.